പ്രത്യാശ നൽകുന്നതായ ഗാനങ്ങളാണ്. ഇന്നും അതുപോലെയുള്ള ഒരു ഗാനത്തിന് വേണ്ടി ആണ് തൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല പാട്ടുകൾ ഒരു പക്ഷെങ്കിൽ ഓർമ്മയിൽ വന്ന് കാണും. താൻ ഇതിനു മുമ്പ് പാടിയിട്ടുള്ള താൻ ഏത് ഗാനം താൻ ആലപിച്ചാലും ആ ഗാനത്തിന്റെ വരികൾ നമ്മുടെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കാൻ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നാം എല്ലാവരും ഒരുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ഒരു നല്ല ഗാന ശ്രവണത്തിന് വേണ്ടി മാത്രമല്ല, ആ ഗാനം വരികൾ നമ്മളോട് മിനിസ്ട്രി ചെയ്യുവാൻ തക്കോണം നമ്മളെല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താദാസൻ കെ ബാബുവിനെ ഗാന ശുശ്രൂഷയ്ക്കായി ഓക്കലോമ പ്രളയം പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചോളൂ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയേ, ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയേ, ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ, സ്നേഹസാഗരമായി സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനായി, മാനപാത്രവുമായി സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. ലോകത്തിൽ ഞാൻ ദരിദ്രനായിടിലും നിൻ സ്നേഹം മതി എനിക്കാശ്വാസമായി. ലോകത്തിൽ ഞാൻ ദരിദ്രനായിടിലും നിൻ സ്നേഹം മതി എനിക്കാശ്വാസമായി. ദൈവസ്നേഹം എന്നെയും ആത്മാവിനാൽ സമ്പന്നനാക്കിയല്ലോ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. ഈ മായാലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ. മായാലോകേ പ്രശംസിച്ചിടുവാൻ
യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേയൻ പ്രശംസയേ, എന്റെ ആനന്ദമേ. സ്നേഹം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ, ഞാനോ കുറയേണമേ. ആമേൻ. സ്തോത്രം. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കേൾപ്പാൻ തക്കവണ്ണം, ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവ് സാവകാശം നൽകിയല്ലോ. അനുഗ്രഹീത ഗാനം നമുക്ക് വേണ്ടി അടുപ്പിച്ച കർത്താവിന്റെ ദാസന്റെ നന്ദി പ്രേരണ നാമത്തിൽ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും പറയുവാനുള്ളത് അത് തന്നെയാണ്. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയ ആ രക്തമാണ് പിന്നെ നിങ്ങളെയും ഈ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട നമ്മളൊക്കെ ഒരുമിച്ച് ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഈ പ്രേയർ ലൈനിൽ ഒരു ഫാമിലി ആയിട്ടായിരിക്കുന്നത്. അതിനെല്ലാം കാരണം ക്രൂശിൽ കർത്താവ് ചൊരിഞ്ഞ രക്തമാണ്. അത് ഇപ്പോൾ വ്യത്യാസം കൂടാതെ, സ്ഥല വ്യത്യാസം കൂടാതെ, കുടുംബ വ്യത്യാസം കൂടാതെ, വ്യക്തി വ്യത്യാസങ്ങൾ കൂടാതെ കർത്താവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദാനമായിട്ട് ചൊരിഞ്ഞു തന്നു. ആ രക്തത്തിന്റെ വിലയാണല്ലോ നാം ദൈവത്തോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്, ദൈവത്തോടുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ട് നമുക്ക് നമ്മളെ വീണ്ടെടുത്ത, നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ കർത്താവിനോട് നന്ദിയുള്ളവരായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന നാളുകളിൽ ആയിരിക്കാൻ തക്കണം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഗാനം ആലപിച്ച കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. തന്നെ എന്റെ കുടുംബത്തെയും തന്റെ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി വീണ്ടും പാടുവാൻ കർത്താവ് തന്നെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. തുടർന്ന് നമ്മള് ദൈവജനത്തിന് മുമ്പാകെയായിരിക്കുന്നു. പാസ്റ്റർ ടി ആന്റണി ലൈനിലുണ്ടല്ലോ? ഉണ്ടല്ലോ. ഓക്കെ. തുടർന്ന് നമ്മള് ദൈവവചനത്തിന് മുമ്പാകെയായിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മളോട് ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി ആന്റണി ആന്ധ്രയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസനാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ മക്കളുടെ അടുത്ത് ഫിലദൽഫിയയിലുള്ളത് കൊണ്ട് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് തനിക്ക് നമ്മളോട് നടുവിലേക്ക് കടന്നു വരുവാൻ സാവകാശം ലഭിച്ചു. താൻ തന്നെ അവിടുത്തെ പ്രവർത്തനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയും പ്രാർത്ഥനയുടെ അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മളോട് പറയുകയും ചെയ്യും. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവത്തിലായിരിക്കാം. തന്നിലൂടെ നമുക്ക് കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹവും നമ്മുടെ വിശ്വാസ പോരാട്ടത്തിൽ നമ്മളെ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിക്കുന്നതും നമുക്ക് ധൈര്യം പകർന്നതായിരിക്കാൻ നാം എല്ലാവരും പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ പാസ്റ്റർ ടി ആന്റണി ദൈവവചന ഘോഷണത്തിനായി ഓക്കലോമ പ്രേരണ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചുകൊള്ളും. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രേയറിന്റെ പിൻപിൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സെഷൻ ലീഡ് ചെയ്യുന്ന റജി ഫിലിപ്പ് പാസ്റ്റർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലൈനിൽ എത്ര പേരുണ്ട് അവരെല്ലാം സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ടി എ ആന്റണി. ഞാൻ ആന്ധ്രാപ്രദേശിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഏകദേശം 50 ചർച്ചുകൾ ചേർത്ത് ഒരു സെന്റർ അതിൻ്റെ ചുമതലയിലായിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ പണ്ട് നമ്മുടെ വിജയവാഡയിൽ കേരളത്തിൽ നിന്ന് കടന്നുപോയ PM സാമുവലിന്റെ കൊച്ചുമകൻ നോവൽ സാമുവൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെന്ററായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. ഈ സെഷൻ പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു സെഷൻ ആണെന്ന് റജി ഫിലിപ്പ് പാസ്റ്റർ പറയുവാനിടയായി. വളരെ വ്യത്യസ്തമായ നിലകളിൽ നാം ഒരു പ്രത്യേക വിഷയം വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ
നിശ്ചയമായും ദൈവം അതിന് മറുപടി തന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചറുമുണ്ട്, എന്നാൽ ചെയ്തു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ദിവസം കൂടി നമ്മുടെ ആയുസ്സിനോട് ദൈവം നീട്ടി തന്നത് കൊണ്ടാണ് നാം ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ രക്ഷയാകുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും പരാജയത്തിന്റെ കുഴികൾ മുൻപിൽ പിശാച് വെട്ടി കുഴിച്ചിടുമ്പോൾ അതിന്റെ നടുവിൽ വിജയത്തിന്റെ കല്ലുകൾ പാകി ചുവട് വയ്ക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. നാം ഒന്നുമില്ല, നാം ഏതുമില്ല. കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല. തിരമാലകളുടെ മുകളിൽ കൂടി നടന്നു ചെല്ലുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഇന്നും അവനത് ചെയ്യുന്നു. സ്തോത്രം. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് പ്രത്യേകിച്ച് എടുത്ത് ഈ രാത്രി പറവാൻ ആഗ്രഹിക്കുന്നില്ല. നാം എന്തുകൊണ്ട് നാം ഈ പ്രയർ ലൈൻ എടുത്ത തീം പെർസിക്യൂഷന് വേണ്ടി നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? സ്തോത്രം. ലോക ജനം അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, വിസയ്ക്ക് വേണ്ടി, ഉദ്യോഗത്തിന് വേണ്ടി, പുതിയ വാഹനത്തിന് വേണ്ടിയൊക്കെ ഭൗമിക നന്മകൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്തിന് നാം ഈ പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ഞാൻ ആ ഭാഗം കർത്താവിൽ ചിന്തിച്ചപ്പോൾ നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. ലോകപ്രകാരം നാം നോക്കിയാൽ നമ്മെ പീഡിപ്പിക്കുന്നവർ നമ്മുടെ ശത്രുക്കളാണ്. നമ്മുടെ മേൽ എനിമിറ്റി വച്ചിട്ട് അവർ നമ്മെ ദ്രോഹിക്കുന്നു. എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ദ്രോഹിക്കുന്നു. എന്നാൽ ബൈബിൾ, യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ മലപ്രസംഗത്തിൽ പറഞ്ഞ ഒരു വചനമാണ് ഈ സമയം ഞാൻ ഓർക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗം. സ്തോത്രം. 43-44. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് വാസ്തവത്തിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഈ പരീശന്മാരും അല്ലെങ്കിൽ യഹൂദ ശ്രേഷ്ഠന്മാരും അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് തിരിച്ചു വെച്ച ഒരു ഭാഗമാണ്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ 45-ാമത്തെ വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നു ഈ പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവ നിയോഗം തന്നതിന്റെ പിൻപിലെ പ്രചോദനം ഇതുപോലെയുള്ള വാക്യങ്ങളാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. ഒറ്റ കാര്യം കർത്താവ് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അതിനൊരു പ്രതിഫലമുണ്ട്. ഇന്ന് ഒരുപക്ഷെ ലോകത്തിലുള്ള ക്രിസ്ത്യൻ സമൂഹം ചെയ്യാത്ത ഒരു കാര്യമായിരിക്കാം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. എവിടെയെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കുറച്ച് മെഴുകുതിരിയും കത്തിച്ച് ഒരു ബാനറും പിടിച്ച് ഡൽഹിയുടെ ഏതെങ്കിലും റെഡ് ഫോർട്ടിലോ ഏതെങ്കിലും സ്ട്രീറ്റുകളിൽ നിന്നുകൊണ്ടൊരു ക്രിസ്ത്യൻ ഗാനം പാടി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അതിന് പ്രാർത്ഥനാ സംഗമമെന്ന് പേരിടുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. ഒന്നാമത്തെ ഭാഗം
ദൈവത്തിന്റെ വചനത്തെ നമ്മൾ അതുപോലെ അനുസരിച്ചാൽ ഒരു ചോദ്യവും കൂടാതെ നമ്മൾ അങ്ങ് അനുസരിച്ചാൽ ആ അനുഗ്രഹം നമ്മുടെ മേൽ വരും. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല. ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയമായ ആ സ്ഥിതി ലോക മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. എന്തുകൊണ്ട് ഈ മനുഷ്യൻ മണിപ്പൂരിൽ ഒരു വിഷയത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല? സ്തോത്രം. എന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി വേർപെട്ട സമൂഹം, കോടാനുകോടി ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട്? ദൈവം നമ്മോട് പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നോ ക്വസ്റ്റ്യൻ, നോ ഡിമാൻഡ്, ഒറ്റ വിഷയം, ദൈവവചനം ഞങ്ങൾ അനുസരിക്കുന്നു. ദൈവവചനം അനുസരിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ഏത് ഉദ്ദേശത്തോടുകൂടി ദൈവം ഈ വചനം നമുക്ക് തന്നോ ആ ഉദ്ദേശം നമ്മുടെ മേലും ശത്രുക്കളുടെ മേലും ദൈവം നിറവേറ്റും. എന്നാൽ ഈ ഞാൻ വായിച്ചു വന്ന ഭാഗത്തിന്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം യേശു ഡയറക്റ്റായി നമ്മോട് പറയുന്നു. ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു, ഇതിന്റെ പിൻപിൽ, ഈ പ്രാർത്ഥനയുടെ പിൻപിൽ പ്രവർത്തിക്കുന്നവർ, ഈ ലൈനിൽ കടന്നു വന്ന് ഈ സന്ധ്യാസമയം നല്ല ഉറങ്ങാനുള്ള സമയമാകുമ്പോഴും സമയം മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി, പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത്തെ പ്രതിഫലം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതെന്ന് തന്നെ. അപ്പോൾ നാം നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ പൊസിഷൻ, പദവി, പ്രതിഫലം, we all are the sons and daughters of God. സ്തോത്രം. എത്ര ശ്രേഷ്ഠമായ അനുഭവം! ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇനിയും ഈ പെർസിക്യൂട്ടേഴ്സ്, പീഡ അനുഭവിക്കുന്നവരുടെ കാര്യങ്ങൾ, അതുപോലെ പീഡിപ്പിക്കുന്നവരെ നാം മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് ദൈവിക ദൂതുകൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇത് മനുഷ്യന്റെ പദ്ധതിയല്ല. ഹൃദയങ്ങളെയും ഉൾഭൂവികളെയും ആരായുന്നവനാണ് വലിയവനായ നമ്മുടെ ദൈവം. ഇത് ദൈവത്തിന്റെ പ്ലാനാണ്. അപ്പോൾ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്വയബുദ്ധിയിലുള്ള ഒരാൾ ചോദിക്കും, ദൈവം തന്റെ മക്കളെ പീഡിപ്പിക്കാൻ വിട്ടുകൊടുക്കുമോ? സങ്കീർത്തനത്തിലൊരു ഭാഗം ഞാൻ ഓർക്കുന്നു, തന്റെ കുറുംപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇല്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്തൊക്കെയാണ് എന്ന് നാം വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും എടുത്ത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ സുപരിചിതമായ വേദഭാഗം. ദീർഘവർഷങ്ങൾ ഫറവോന്റെ ഇരുമ്പ് ചങ്ങലക്കകത്ത്, ചൂളക്കകത്ത് കിടന്ന് വെന്തെരിഞ്ഞ വാഗ്ദത്ത ജനം, ആമേൻ, കുഞ്ഞാടിന്റെ രക്തത്താലുള്ള വിടുതൽ പ്രാപിച്ച് പുറത്തു വന്നു. സ്തോത്രം. ചെങ്കടൽ അതൊരു പ്രതിസന്ധിയല്ലേ? സന്തോഷത്തോടെ ഗർഭിണികളുണ്ട്. ഇന്നലെ പ്രസവിച്ച മാതാവും കുഞ്ഞുമുണ്ട്. നാളെ മരിക്കാൻ പോകുന്ന വൃദ്ധന്മാരുണ്ട്. അവർക്ക് ആവശ്യമായ ജീവിക്കാനുള്ള സകല വസ്തുക്കളും അവരുടെ കൈവശമുണ്ട്.
ഇതിനെയെല്ലാം ചുമന്നുകൊണ്ട് പക്ഷി മൃഗാദികൾ ഉണ്ട്. ഇതിനെയെല്ലാം ചുമന്നുകൊണ്ട്, ഇതിനെയെല്ലാം വഹിച്ചുകൊണ്ട് വളരെ കഷ്ടതയിൽ ഇവർ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ മുൻപിൽ ചെങ്കടൽ. ഒരുപക്ഷേ നാം ചിന്തിച്ചേക്കാം, ഞാൻ ഈ വചനം ശുശ്രൂഷിക്കുന്നത് ഈ പീഡിപ്പിക്കുന്നവരെ ദൈവം ഉപയോഗിക്കുന്നതിന്റെ പിൻപിലെ മർമ്മം ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാം. ഫറവോനെയും ഇതുവരെ അവൻ പുറത്തെടുക്കാത്ത 600 ശ്രേഷ്ഠമായ കുതിരകളെയും രഥങ്ങളെയും ഒടുവിൽ ഈ സമുദ്രത്തിനകത്ത് മുക്കിക്കൊല്ലുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ജനം കരഞ്ഞു, ഞങ്ങളെ കൊല്ലുവാനാണോ, ഞങ്ങൾ എന്തു ചെയ്യും? എന്നാൽ ഇവിടെ ജനം നിലവിളിച്ചപ്പോൾ, സ്വന്തം ജനം നിലവിളിച്ചപ്പോൾ നിശ്ചയമായും ദൈവം കേൾക്കും. ദൈവം മോശയുടെ വലം കൈക്കൽ ദൈവത്തിന്റെ ശക്തി അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വടി നീട്ട്. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതം, ചെങ്കടൽ പിളർന്നു. സ്തോത്രം. നോക്കണേ, ഒരു പ്രതികൂലം മുൻപിൽ വന്നപ്പോൾ അതൊരു പീഡനമായിട്ടോ ഒരു പ്രയാസമായിട്ടോ നമുക്ക് ചില മണിക്കൂറുകളിലേക്ക് തോന്നിയാലും ദൈവാത്മാവിൽ നമുക്ക് ദൈവസ്നേഹത്തിന്റെ ആഴമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് പ്രതികൂലത്തിന്റെയും അനുകൂലത്തിന്റെയും ഏത് വിഷയത്തിന്റെയും പിൻപിൽ ദൈവത്തിന്റെ കരമുണ്ട്. ദൈവം അറിയാതെ, ഞാൻ സാധാരണ പറയുന്നത് പോലെ, ഭൂമിയിൽ ഒരു ഇല പോലും ചലിക്കുന്നില്ല. നമുക്കറിയാം, സമുദ്രത്തിന്റെ അടിയിൽ കിടന്ന മത്സ്യത്തിന്റെ വായിൽ ഉള്ളത് ദൈവം കണ്ടു. ചുരുട്ടി പിടിച്ച കയ്യിൽ എന്താണ് ഉള്ളത്, വിധവയുടെ കയ്യിലേത്, ഇതെല്ലാം നമുക്കറിയാവുന്ന വിഷയമാണ്. സകലതും അറിയുന്ന ദൈവം. എന്നാൽ ദൈവം നമ്മളോട് പറഞ്ഞു, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥിച്ചാൽ അതിന്റെ പ്രതിഫലം സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പുത്രന്മാരായി തീരുവാൻ. 2, ശത്രു ശിക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. നാം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്തെഫാനോസിനെ കല്ലെറിയാൻ പോയവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്ന ഒരു ശൗൽ എന്ന യൗവനക്കാരന്റെ അനുഭവം നമുക്കറിയാം. പീഡിപ്പിക്കുവാൻ എത്രത്തോളം അവൻ വ്യഗ്രത കാണിച്ചുവോ, സ്തോത്രം, അതിനേക്കാൾ 1000 മടങ്ങ് ശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം അവനെ ഉപയോഗിച്ചു. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ സുവിശേഷത്തിന് വിരോധമായി, ഞങ്ങളുടെ പ്രവർത്തനത്തിന് വിരോധമായി നിന്ന 100 കണക്കിന് പേർ ഇന്ന് വേദപുസ്തകം എടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു. സ്തോത്രം. അപ്പോൾ തിന്മയ്ക്കായിട്ടല്ല, എന്നാൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളോട് പറഞ്ഞത് നമ്മൾ അനുസരിക്കുക. നിങ്ങൾ ദീർഘനാളുകളായി അത് ചെയ്യുന്നു എന്ന് ഞാൻ പൂർണ്ണമായി ആത്മാവിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഈ പീഡനങ്ങളുടെ കാരണം, സ്തോത്രം, നമുക്ക് ഇസ്രായേൽ ജനത്തിന്റെ വിഷയത്തിലേക്ക് പോയാൽ അവർ പെരുകി ഫറവോന്റെ രാജ്യം പിടിച്ചെടുക്കുമോ എന്ന് ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. വായിക്കണ്ട, ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 22:4 പറയുന്നു, ഒരു ജനം ദാ വരുന്നു, അവരുടെ ശക്തി എന്താണെന്നറിയാമോ? കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ. അമ്മനെ കടിച്ചു പറിക്കുകയല്ല, പാടെ ഇല്ലായ്മ ചെയ്യുന്നത് പോലെ. എനിക്കറിയാം, ഞാൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു.
ഒരിക്കൽ ഞാൻ കുമളിയിൽ ചെന്നപ്പോ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു. ആ വ്യക്തിയുടെ 8 അനുജന്മാർ, സ്തോത്രം, അവരുടെ കൊച്ചുമക്കൾ, അവരുടെ അയൽവാസികൾ എല്ലാം ചേർന്ന് ഏകദേശം 200-ൽ പരം കുടുംബങ്ങളായി ദൈവം ആ സഭയെ വർദ്ധിപ്പിച്ചു. പെരുക്കുന്ന ദൈവം. ഈ പെരുക്കൽ കാണുമ്പോൾ ശത്രുവിന് പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ പ്രയാസത്തിന്റെ നടുവിലും മോശക്കുഞ്ഞിന്റെ കഴുത്ത് ഞെക്കിക്കൊല്ലാൻ ഉത്തരവ് കൊടുത്ത ഫറവോന്റെ മുൻപിൽ തന്നെ, അവന്റെ കൊട്ടാരത്തിൽ തന്നെ അല്ലേ മോശ വളർന്നു വന്നത്? ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ശക്തമായി പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. കാരണം ഞാൻ പറയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും ഞാൻ കടന്നുപോയിട്ടുണ്ട്. പീഡ അനുഭവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. അവരുടെ മനസ്സ് ഏകാഗ്രമാക്കാൻ പറ്റത്തില്ല. പല നിലകളിലുള്ള പീഡനം അവർ അനുഭവിക്കും. രാജസ്ഥാനിൽ ബാൻസ്വാഡ ജില്ലയിൽ പാട്ല കട്ടാര എന്ന ഗ്രാമത്തില് ഞാൻ കഴിഞ്ഞ വർഷം ഒന്ന് പോയി. സ്തോത്രം, ലോകത്തിൽ ഒരു മനുഷ്യനും അനുഭവിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളാണ് ഞാൻ അവിടെ അനുഭവിച്ചത്. ആ ഗ്രാമത്തിൽ ഒരൊറ്റ ടോയ്ലറ്റ് ഇല്ല. എനിക്കിപ്പോ 69 വയസ്സായി. ഏകദേശം ഒരു എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ നല്ല ടോയ്ലറ്റിൽ ഇരുന്ന് വളർന്നു വന്ന മനുഷ്യനാണ്. ഏത് വീട്ടിലും ബെഡ്റൂമിനടുത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട്. ഇത് ചോളക്കാടുകളിൽ രാത്രി പാമ്പിനെയും കരടിയെയും സിംഹത്തെയും ഒക്കെ പേടിച്ച് എവിടെയെങ്കിലും ദൂരെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്ന് പോയി എവിടെയെങ്കിലും മരത്തിന്റെയൊക്കെ പിറകിൽ ഒരു പരിചയമില്ലാത്ത ഞാൻ അനുഭവിച്ച വേദന, സ്തോത്രം, പറഞ്ഞാൽ എങ്ങനെ പറയും? അവിടെ വരെ എത്തത്തില്ല. അവിടുത്തെ ഭക്ഷണമല്ലേ. സ്തോത്രം, ഒരു പകുതി ദൂരം ചെല്ലുമ്പോൾ കുറേശ്ശെ ഡിസ്പോസ് ആയിക്കൊണ്ടേയിരിക്കും. പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. വെള്ളം കുടിച്ചത് ഇരുമ്പും മണ്ണും കൂടി ഇടകലർന്ന് ഹാൻഡ് പമ്പിൽ വരുന്ന വെള്ളം. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കിത് പറ്റത്തില്ല. അവര് പറഞ്ഞു, ഇവിടെ ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കട പോലുമില്ല. ഉള്ള കടകളിൽ വെള്ളവുമില്ല. എന്തു ചെയ്യും? സ്തോത്രം, ആമേൻ. ഇതുപോലെ അനവധിയായ ഭാരങ്ങൾ. ഒരു സ്ഥലത്ത് പോയി, രാജസ്ഥാനിൽ തന്നെ, അവരുടെ കൈകളിലൊന്നും കറൻസി ഇല്ല. അവരത് ഉപയോഗിച്ച് ശീലമില്ല. അവർ ചോളമുണ്ടാക്കുന്നു, ഗോതമ്പുണ്ടാക്കുന്നു, നെല്ലുണ്ടാക്കുന്നു. അത് അങ്ങോട്ട് കൊടുത്തിട്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുന്നു. സ്തോത്രം. നോക്കുക, അവിടെ എങ്ങും ഒരു സുവിശേഷകൻ പോയിട്ട് ശുശ്രൂഷിപ്പാനുള്ള മനസ്സ് ഇല്ല. സ്തോത്രം. ഇനിയും ദൈവം അനുവദിച്ചാൽ പോകണം. അനേക ആലയങ്ങൾ ചോർന്നൊലിച്ചു കിടക്കുന്നു. എന്തിനു വേണ്ടി? ഇതും ഒരു പീഡയല്ലേ? സ്തോത്രം. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. സാമ്പത്തികത്തിന്റെ മുൻപിൽ അവർ മുട്ടിന്മേൽ നിന്ന് കരയുന്നു. മഴ വരുമ്പോൾ അവർ ഒന്നുകിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ പിടിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. പകൽ സമയമൊക്കെ ആ നാട്ടിലുള്ള നായ്ക്കൂട്ടങ്ങളൊക്കെ ആലയത്തിനുള്ളിൽ കയറുന്നു. കാരണം വാതിലുകളൊന്നുമില്ല. ഇതുപോലെ അനേക നിലവാരങ്ങളിൽ പീഡ അനുഭവിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്താൻ കഴിയാതെ എത്രയോ പിതാക്കന്മാർ, മാതാക്കന്മാർ കഷ്ടത അനുഭവിക്കുന്നു. സ്തോത്രം. അനേകർ, നേപ്പാളിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ 6, 7, 8 മണിക്കൂറുകൾ വടിയും കുത്തിപ്പിടിച്ച് നടന്ന് ഈ പ്രായത്തിൽ, എന്നാൽ അവിടെ ചെല്ലുമ്പോൾ 3000, 4000, 5000
വിശ്വാസികളെ കാണുമ്പോൾ നമ്മുടെ ക്ഷീണമെല്ലാം മറന്നുപോകും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന ശ്രേഷ്ഠമായതാണ്. സ്തോത്രം. ആമേൻ. ഇത് ശത്രുക്കളായിട്ടല്ല, കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ദർശനത്തെ നിശ്ചയമായും ദൈവം മാനിക്കും. ആർക്കും തടയാൻ കഴിയാത്ത നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാർത്ഥമായ ദൈവശബ്ദം, അത് ആർക്കും തടയാൻ കഴിയാതെ മൈലുകൾ മൈലുകൾ, കടലുകൾ, കരകൾ, ഭൂഖണ്ഡങ്ങൾ താണ്ടി 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 എവിടെയെല്ലാം ചെന്നെത്തണമോ അവിടെയെല്ലാം ആമേൻ, വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി, ഉയരങ്ങളിലേക്കും സ്വർഗസിംഹാസനത്തിന്റെ അടുക്കൽ ചെന്ന് ഈ ഒക്ലഹോമയിൽ, ഈ ആമേൻ ഫ്ലോറിഡയിൽ, അല്ലെങ്കിൽ ഈ ഫിലഡൽഫിയയിൽ, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അതുകൊണ്ടാണ് ദൈവരാജ്യം വിശാലമാകുന്നത് എന്ന് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദീർഘമായി പറവാൻ എന്നെ സമയം അനുവദിക്കുന്നില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. ഒരായുധവും ഫലിക്കയില്ല. വചനത്തെ മാറ്റാൻ കഴിയില്ലല്ലോ. ശത്രു ആയുധത്തെ ഉണ്ടാക്കത്തില്ല എന്ന് പറയുന്നില്ല. എഫേസ്യ ലേഖനത്തിൽ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളു എന്ന് പറയുമ്പോൾ അവിടെ സൈലന്റ് ആയ ഒരു പദം കിടക്കുന്നു. പിശാചിന്റെയും ആയുധവർഗം കണ്ടേക്കാം. യേശു പിടിച്ചു വാങ്ങിയെങ്കിലും സ്തോത്രം, ഇന്നും നിർവീര്യമായി കിടക്കുന്ന ഭയപ്പെടുത്തുന്ന ആയുധവർഗങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നാം മനസ്സിലാക്കേണ്ടത്, കർത്താവേ, എവിടെയെല്ലാം രാഷ്ട്രീയ തലങ്ങളിൽ, സാമൂഹിക തലങ്ങളിൽ, സാമ്പത്തിക തലങ്ങളിൽ ദൈവപ്രവർത്തനങ്ങൾക്ക് വിരോധമായി ആരെല്ലാം ആയുധങ്ങളെ ഉണ്ടാക്കിയാലും, ആരെല്ലാം ഒരുമിച്ചിത് സ്വരുക്കൂട്ടി വെച്ചാലും, എവിടെയെല്ലാം ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ് പോലെ ദൈവജനത്തെ തകർക്കുവാൻ ഡംപ് ചെയ്തു വെച്ചിരിക്കുന്ന സകല ബോംബുകളെയും സ്വർഗത്തിലെ ദൈവം നിർവീര്യമാക്കണമേ, ന്യൂട്രലൈസ് ചെയ്യണമേ. എന്റെ ദൈവത്തിന് അത് കഴിയും. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തതായത് എനിക്കറിയാം. ഭൂമിയെ നശിപ്പിക്കാൻ തക്കവണ്ണമുള്ള ശക്തിയുള്ള ബോംബായിരുന്നാലും അതിന്റെ ഒരു പിന്ന് അതിന്റെ ശരിയായ നിലയിൽ നാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര ബട്ടൺ അമർത്തിയാലും എന്തെല്ലാം ചെയ്താലും ആ ബോംബ് ചലിക്കത്തില്ല, നിർവീര്യമാകും. നമ്മുടെ പ്രാർത്ഥന നോർത്ത് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളിലും, ഞാനിവിടെ വന്നതിന് ശേഷവും മുൻപും അറിയാം, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന അനേക ദൈവജനം സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന ശത്രു ഒരുക്കി വച്ചിരിക്കുന്ന ആയുധങ്ങളെ നിർവീര്യമാക്കുന്നതാണ്, ന്യൂട്രലൈസ് ചെയ്യുന്നത്. അത് ചലിക്കത്തില്ല. അവൻ പറയുമായിരിക്കാം, എൻ്റെ ഒരു ആയുധമുണ്ട്, ഞാൻ ദൈവജനത്തിന് നേരെ പ്രവർത്തിക്കും. എന്നാൽ ഞാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുകയാ. നാം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം അങ്ങനെ തന്നെ അതങ്ങ് നിവൃത്തിയാക്കുക. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പാസ്റ്റർ നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ചൊക്കെ പറയണമെന്ന് പറഞ്ഞു. സ്തോത്രം. ഏകദേശം 2010 ഒക്കെ ആയപ്പോൾ കർത്താവിനോട് ഞാൻ ചോദിച്ചു, ദൈവമേ, എനിക്ക് പല ഭാഷകൾ അറിയാം, ആയുസ് എത്രയുണ്ടെന്ന് എനിക്കറിയില്ല, എന്നെ അയക്കണമേ ആന്ധ്രാപ്രദേശിലേക്ക്. തെലുങ്ക് ഞാൻ ഒട്ടും പരിചയമില്ലാത്ത ദേശത്തേക്ക് ദൈവം എന്നെ അയച്ചു. അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് 50-ൽ പരം ചർച്ചുകൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വേണ്ടി അവിടെ ഒരു സെന്ററായി രൂപീകരിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നു. അവര് ദൈവം കഴിഞ്ഞാൽ സ്നേഹിക്കുന്നത് നമ്മളെയാണ്.
ചർച്ചുകൾ വിശാലമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 6 ചർച്ചുകൾ പണിതുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തമായ വേല. പഞ്ചാബ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ സുവിശേഷീകരണം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. പക്ഷേ പ്രതികൂലം അധികമില്ല എന്ന് പറഞ്ഞ് പലരും ഉറങ്ങുന്നു, പലരും വിശ്രമിക്കുന്നു. തെലുഗു പാസ്റ്റർമാർ അവരെയൊക്കെ ഉണർത്തിയെടുത്ത് പരിശുദ്ധ അഭിഷേകത്താൽ നിറച്ച്, കൃപാവരങ്ങളാൽ നിറച്ച്, അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവവചനത്തിൽ ഉള്ളതാണെന്ന് കാണിച്ച് അവരെയൊക്കെ നന്നായി ആമേൻ ശുശ്രൂഷ പഠിപ്പിച്ച് മുന്നേറുവാൻ ദൈവം സഹായിക്കുന്നു. കഴിഞ്ഞ വർഷം 100-ൽ പരം സ്നാനങ്ങൾ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. സ്തോത്രം. അത് ദൈവത്തിന് തൃപ്തിയായോ എന്ന് എനിക്കറിയില്ല. നേപ്പാളിൽ, ആന്ധ്രയിൽ, രാജസ്ഥാനിൽ പല ഏരിയകളിൽ കടന്നിരുന്നിടത്തൊക്കെ ജനം അലറി വിളിച്ചുകൊണ്ട് മാനസാന്തരത്തിലേക്ക് വന്ന് അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവസഭയോട് ചേരുന്നു. വലിയ ദൈവപ്രവൃത്തി നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, ഞങ്ങളുടെ തന്നെ IPCയുടെ ഒരു പാസ്റ്ററുടെ അണ്ടറിൽ ഒരു ലെപ്രസി ക്യാമ്പ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, നല്ല കാര്യം. ഒരു ദിവസം ഞാൻ പോയി കണ്ടു. സ്തോത്രം. അവരവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ആരാധിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. കൈകളില്ല, കാലുകളില്ല, പല ഭാഗങ്ങളെല്ലാം തേഞ്ഞ് പോയിരിക്കുന്നു. ചീഞ്ഞളിഞ്ഞ മാംസത്തിന്റെ ഗന്ധം. വടികളൊക്കെ കക്ഷത്തിൽ വെച്ചിട്ട് അവർ ഓടി പ്രാർത്ഥനയ്ക്ക് വന്നു. അതോടെ പിന്നെ എനിക്കൊന്നും അറിയില്ല. ചില ദിവസം കഴിഞ്ഞപ്പോൾ ആ പാസ്റ്ററിനോട് പറഞ്ഞു, ഈ കുഷ്ഠരോഗികൾ അവർ ഭിക്ഷയെടുക്കാൻ പോവുകയാ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് അവരെ ഭിക്ഷയ്ക്ക് വിടുന്നു? 45-ൽ പരം സ്ത്രീകൾ, ഏകദേശം ഒരു 25, പുരുഷന്മാർ ഒരു 20. എന്തിനവരെ ഭിക്ഷയ്ക്ക് നിങ്ങൾ എന്തിനാ വിടുന്നേ? ഒരു സോഴ്സുമില്ല, ഭക്ഷണം കഴിക്കാൻ അവർക്ക് യാതൊരു വകയുമില്ല, വേറെ ഒരു മാർഗവുമില്ല. അവർ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലും പോകുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. എത്ര രൂപയാകും ഒരു മാസത്തേക്ക് ഏകദേശം? അപ്പോൾ ആന്ധ്രയിലെ ചെലവനുസരിച്ച് നോക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഏകദേശം ഒരു 20,000 രൂപയുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. സ്തോത്രം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്റ്റൗ, പാത്രങ്ങൾ വാങ്ങി, ഫുഡ് വാങ്ങി, ഗ്യാസ് വാങ്ങി. സ്തോത്രം. അവർ താമസിച്ചിരുന്ന ആ ഏരിയ മുഴുവൻ നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ഇന്ന് ആരും ഭിക്ഷയ്ക്ക് പോകുന്നില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നോർത്ത് ഇന്ത്യയിലെ മിനിസ്ട്രികൾ, ഇനിയും ഒത്തിരി ലെപ്രസി ക്യാമ്പുകൾ അവിടെ ഉണ്ട്. സ്തോത്രം. അവർക്ക് ആവശ്യമായ, കഴിഞ്ഞ മാസത്തിൽ അവർക്ക് ഷർട്ട്, കൈലി, സാരി, ബ്ലൗസ്, പല്ല് തേക്കാനുള്ള പേസ്റ്റ്, ബ്രഷ്, അതുപോലെയുള്ള സ്തോത്രം എല്ലാം കൊടുത്തിട്ട്, സ്തോത്രം, ഒടുവിൽ കാലിൽ, കൈകളിൽ കെട്ടാനുള്ള മെഡിസിൻ, വലിയ ബാൻഡേജുകൾ വാങ്ങി അവർക്ക് കൊടുത്തു. അവർ ചോദിക്കുന്നു, ഇങ്ങനെയും ഞങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടോ? ഒരു ദൈവം ഉണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മിനിസ്ട്രിയെ കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. എന്നേക്കാൾ അധികമായി നോർത്ത് ഇന്ത്യയിൽ പ്രയോജനപ്പെടുന്ന അനേകരുണ്ട്. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. സ്തോത്രം. ഒന്നുകൂടി പറയാം, നമ്മുടെ സെന്ററിൽ ഇനിയും ആളുകൾ വന്ന് ചേരുവാൻ വലിയ 400-500 പേരുള്ള ചർച്ചുകൾ, സ്വതന്ത്രമായി നിൽക്കുന്ന ചർച്ചുകൾ വന്ന് ചേരുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ സാമ്പത്തികത്തിന്റെ പരിമിതി നിമിത്തവും എനിക്കൊരു പ്രത്യേക ദൈവം തരാത്തത് കൊണ്ടും ഞാൻ അവരോട് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു നിൽക്കുകയാ. ഓരോ മാസവും അവർക്ക് വേണ്ടി കോൺഫറൻസ് വയ്ക്കുകയും അവർക്ക് ആവശ്യമായ സാമ്പത്തികം കൊടുക്കുകയും സ്വതന്ത്രം സ്പിരിച്വൽ മെസ്സേജ് കൊടുക്കുകയും അവരുടെ എല്ലാ വേലാസ്ഥലങ്ങളിലും പോയി വിസിറ്റ് ചെയ്യുക, അവരെ എല്ലാം ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ വർക്ക് വളരെ ശക്തമായി നടക്കുന്നു. എന്നാൽ അവിടെയും
ഈ കാവി ഇട്ട ആൾക്കാരൊക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. പല ഗ്രാമങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഗ്രാമത്തിന്റെ തലവനോട് ചോദിക്കാതെ ആരും പുറത്തുള്ളവർ ഈ ഗ്രാമത്തിൽ കടക്കരുത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ 4000-5000 കുഞ്ഞുങ്ങൾക്ക് ഞങ്ങള് ബാഗ്, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് ചാരിറ്റിയിൽ കൂടെ നമുക്ക് കർത്താവിന് വേണ്ടി അനേകരെ, ഹിന്ദു മുസ്ലിം ഒരു വ്യത്യാസവുമില്ല, ഒരു ജാതി സ്പിരിറ്റുമില്ല അവിടെ. അങ്ങനെ ആന്ധ്രാപ്രദേശിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഈസ്റ്റ്, വെസ്റ്റ് ഗോദാവരി ജില്ലകളിൽ സ്വതന്ത്രം ദൈവം ക്ഷേമത്തോടെ നടത്തുന്നു. ഞാൻ ഇവിടെ ആയിരിക്കുന്നതുകൊണ്ടാ, അല്ലെങ്കിൽ ഓരോ മാസവും 1 പ്രാവശ്യം 2 പ്രാവശ്യം ഞങ്ങൾ അവിടെ പോകും. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ മറുപടിയുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മറുപടിയുണ്ട്. ആമേൻ. മറുപടി ഞാൻ പറഞ്ഞു. ഫറവോന്റെ രഥങ്ങളും കുതിരകളും ചെങ്കടലിൽ മുങ്ങിത്താഴുന്നത് കണ്ടു. പിന്നെയും യഹൂദ ജനത്തെ പീഡിപ്പിച്ച ബാബേൽ സാമ്രാജ്യത്തിന്റെ ന്യായവിധി ഇരമ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം 51-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കൊന്നും കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ആ നിയോഗത്തെ അല്പം പോലും കുറച്ചു കളയാതെ ശക്തമായി മുന്നേറുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ കാരണം, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. മണിപ്പൂരിൽ ഞാൻ പോയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ മിസോറാം, ത്രിപുര, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശിന്റെ ഏരിയകൾ മുഴുവനും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സ് കലങ്ങിയിരിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം എവിടെ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായിത്തരും? ഒരു പനി വന്നാൽ ഒരു പാരസൈറ്റമോൾ, ഒരു ഡോളോയെ ആര് കൊണ്ടുതരും? ഒരു മഴ വന്നാൽ എവിടെ വിശ്രമിക്കും? ഏതു സമയവും പുറത്തുനിന്ന് ആക്രമണം ഉണ്ടാകുമല്ലോ എന്ന് ഭാരപ്പെട്ട ക്യാമ്പുകളിൽ പീഡ അനുഭവിക്കുന്ന ജനത്തിന് പ്രാർത്ഥിക്കാൻ കഴിയില്ല. അവർക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥന വിലപ്പെട്ടതാണ്. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അവസരം ഒരുക്കി തന്ന ദൈവദാസന്, പ്രയർ ലൈന് ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ഒരു അവസരം ദൈവം തന്നു. ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളോടൊപ്പമായിരുന്നതിൽ. ഹല്ലേലൂയ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. എന്നെ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ അനവധി കഷ്ടതകൾ അനുഭവിക്കുന്ന മലയാളികൾ മാത്രമല്ല, ഞാൻ പോയി ഹിന്ദിക്കാർ 100 കണക്കിന് അവർ ഒരു പ്രതിഫലം നോക്കാതെ ദൈവത്തെ ആരാധിക്കുന്നു, ആത്മാക്കളെ നേടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിലപ്പെട്ടതാണ്. താങ്ക് യു റെജി ഫിലിപ്പ് പാസ്റ്റർ. താങ്ക് യു ഈ പ്രയർ ലൈൻ പ്രവർത്തകരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനത്തെ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്.